NRI Friends Ladies Wing presents South Park. നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് മരണത്തിന് ശേഷവും നമ്മളെ ഈ ഭൂമിയിൽ ജീവനോടെ നിലനിർത്തുന്നത്. മറ്റുള്ളവരുടെ ആത്മാവിലേക്ക് പ്രകാശം പകരുന്ന ഒരു വിളക്കായി മാറുവാൻ നമ്മൾക്ക് കഴിയട്ടെ. അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകളെ മായ്ച്ച് ഒരു കെടാവിളക്കായി. നമ്മുടെ ഒരു ചെറിയ കരസ്പർശം പോലും ഒരാളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകുന്നത് എത്ര മനോഹരമല്ലേ. അതുതന്നെയാണ് നമ്മൾ ഈ സമൂഹത്തിന് നൽകുന്ന ഒരു ബട്ടർഫ്ലൈ ഇഫക്റ്റ്. നാം പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ലഭിക്കുന്ന ചില സന്ദേശങ്ങൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു എന്നതാണ് സൗത്ത് പാർക്ക്. വരൂ, ഈ പാർക്കിലേക്ക് എത്തുന്ന സഹോദരിമാർക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളതെന്ന് കാണാം. ഇപ്പൊ പത്രങ്ങളൊക്കെ ഇങ്ങനെ വായിക്കുന്നതാ നല്ലത്. പൊള്ളയായ കള്ളങ്ങളൊക്കെ താഴേക്ക് വീണാലോ. രാവിലെ അടിപൊളി പാട്ടൊക്കെയാണല്ലോ. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയോ? കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി, ഭർത്താവ് ജോലിക്ക് പോയി. ചേട്ടനോ? ചേട്ടൻ രാവിലെ പോയി. അമ്മേ, പത്രം എന്താ ഇങ്ങനെ പിടിച്ചേക്കുന്നത്? തല കീഴായി എന്നല്ലേ, ഇങ്ങനെ വായിക്കുന്നതാ നല്ലത്. ഇപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകളല്ലേ ദിവസവും പത്രത്തിൽ വരുന്നത്. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. എൻ്റെ ചേച്ചി, കഴിഞ്ഞ ദിവസം ഞാൻ ചേട്ടന് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തു. പുള്ളി പറഞ്ഞു ഷുഗർ കട്ടാണെന്ന്. ഇന്നലെ ഞാൻ പഴം നിറച്ചതും ഉണ്ടാക്കി. അപ്പോഴും പറയുകയാണെ കലോറി കട്ടാണ് പോലും. എടി, നീ അതുകൊണ്ടൊന്നും വിഷമിക്കണ്ട. നിന്റെ ആസ്ഥാന ഫുഡ് ടേസ്റ്റായ ഞാൻ ഇവിടെ ഇല്ലേ. അമ്മേ, ഒരു ഉണ്ണിയപ്പം തരട്ടെ? നന്നായിട്ടുണ്ട്. മോളുണ്ടാക്കിയതാണോ? അതെ അമ്മേ. അമ്മേ, ഇവളെന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാ. ഞാൻ ഈ പാർക്കിൽ നടക്കാനാണെന്നും പറഞ്ഞ് വരുന്നത് തന്നെ ഇവളുണ്ടാക്കുന്ന പലഹാരം കഴിക്കാനാ. മോൾ എന്ത് ചെയ്യുന്നു? അമ്മേ, ഞാനൊരു ഹൗസ് വൈഫാണ്. എനിക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിലെ അച്ഛന് ബേക്കറി ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയായിരുന്നു അവിടെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അവരോടുകൂടി ഞാനും അങ്ങ് കൂടി. എനിക്കും ഇപ്പോൾ അതങ്ങ് ഇഷ്ടമായി. അമ്മേ, ഇവളുണ്ടാക്കുന്ന പലഹാരങ്ങൾ ഇതിനു മുമ്പ് അമ്മ കഴിച്ചിട്ടില്ലല്ലോ. എന്തൊരു ടേസ്റ്റാണെന്നോ. ഞാൻ ഇവളുടെ പലഹാരത്തിന് ഭയങ്കര ഫാനാണ്. റീജ മോളെ, മോൾക്ക് ഇതൊരു പാഷനാണെങ്കിൽ സ്വന്തമായി ചെറിയൊരു സംരംഭം തുടങ്ങിക്കൂടെ? കൈപ്പുണ്യം എന്ന് പറയുന്നതേ എല്ലാവർക്കും കിട്ടുന്നതല്ല. ദൈവം തന്ന ഒരു കഴിവ് മോള് നല്ല രീതിയിൽ ഉപയോഗിക്കണം. അതൊക്കെ എങ്ങനെയാണമ്മേ? അതൊക്കെ എന്നെ കൊണ്ട് നടക്കുവോ? മോളെ, ഇന്ന് ആളുകൾ രുചിയുള്ള ഭക്ഷണം തേടി നടക്കുകയാണ്. ഇന്ന് മിക്ക ആഹാരങ്ങളിലും മായവും കലർപ്പുമാണ്. അങ്ങനെയുള്ള ഈ സമയത്ത് മോളുടെ രുചികരമായ ഈ ഭക്ഷണം ആളുകൾ തീർച്ചയായും ഇഷ്ടപ്പെടും. ദേ, മോൾക്ക് എൻ്റെ വക ആദ്യത്തെ ഓർഡർ. നാളെ എനിക്കൊരു 5 പാക്കറ്റ് ഉണ്ണിയപ്പം വേണം. ഉണ്ടാക്കി തരുമല്ലോ അല്ലേ? തീർച്ചയായും അമ്മേ. ഇപ്പം എനിക്ക് ചെറിയൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ട്. എന്നെ കൊണ്ട് പറ്റും. ഞാനത് നോക്കട്ടെ. ശരി അമ്മേ, ഞാൻ പോയിട്ട് വരാം. നാളെ കാണാം. എടി, നീ സൂമ്പ ചെയ്യാൻ വരുന്നില്ലേ? ഓ, ഞാൻ ആകെ തളർന്നിരിക്കുവാന്നേ. പിന്നെ എനിക്ക് ഫോണിൽ ഇച്ചിരി പണിയുണ്ട്. നീ ഉണ്ണിയപ്പം കഴിച്ചല്ലേ ഈ തളർന്നിരിക്കുന്നേ? ഫോണും തോണ്ടിക്കൊണ്ടിരിക്കാതെ ഇങ്ങോട്ട് വന്നേ. ചെല്ലു മോളെ അങ്ങോട്ട്. ദേഹമൊക്കെ ഒന്ന് അനങ്ങട്ടെ. എടി, ഒരു ആക്റ്റീവ് ബോഡിയിലാണ് ഒരു ആക്റ്റീവ് മൈൻഡ് ഉള്ളത്. ഇങ്ങോട്ടൊന്ന് വന്നേ. അമ്മയും കൂടി ഞങ്ങളുടെ കൂടെ വായോ. നിങ്ങൾ കളിക്കൂ, ഞാൻ കൂടെ നിൽക്കാം.
തളർന്ന് ഞാൻ പോവാ. മോളെ, നിങ്ങൾ നന്നായി ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെ കൂടെ കൂട്ടി ഒരു സുംബ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യരുതോ? ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു അമ്മേ. ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. അമ്മേ, ഞാനൊരു യോഗ ട്രെയിനറാ. ഞങ്ങളൊക്കെ ചുമ്മാ പാർക്കിൽ വരുന്നൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ മാത്രമാ. പിന്നെ ഞങ്ങളുടെ കൂടെ കുറച്ച് പേരും കൂടെ ഒക്കെ ഇവിടെ ഉണ്ട്. മോളെ, ഇന്ന് പല സ്ത്രീകളിലും PCOD അതുപോലുള്ള ഹോർമോൺ പ്രശ്നങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ് അവർക്കൊരു അനുഗ്രഹമാണ്, നിങ്ങൾക്കൊരു വരുമാന മാർഗവുമാണ്. നിങ്ങൾ തുടങ്ങൂ, അമ്മ കുറച്ച് കൂട്ടുകാരെ പരിചയപ്പെടുത്തി തരാം. ശരി അമ്മേ. എന്നാ പിന്നെ ഞങ്ങളൊന്ന് നടന്നിട്ട് വരാം. മക്കളെ, ഇന്ന് നമ്മൾ ചെയ്യുന്ന റീല് വൈറലാക്കണം. ട്രെൻഡിങ് സോങ് ആണ് അമ്മ കൊണ്ടുവന്നിരിക്കുന്നത്. സ്റ്റെപ്സ് ഒക്കെ അമ്മ പഠിപ്പിച്ച ഓർമ്മയുണ്ടല്ലോ. പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ടറിയാം. എൻ്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. നമ്മള് നൃത്തമൊക്കെ ചെയ്തിട്ടുള്ളതാ. ബാബുസ്വാമി ഭാവസ്വാമി ഓ ഭാവസ്വാമി ഓ ഭാവസ്വാമി ഓ ഭാവസ്വാമി നൃത്തം ചെയ്യും ബാബുസ്വാമി. ഇത്രേ ഉള്ളൂ ബാബുസ്വാമി. നൃത്തം ചെയ്യും ബാബുസ്വാമി. മക്കളെ, ഇങ്ങനെ ചെയ്താൽ റീച്ച് ഒന്നും കയറത്തില്ല. ഒന്ന് ഇളക്കി കളിക്കുക. ദേ അമ്മ കാണിച്ചു തരാം. ബാബുസ്വാമി ഭാവസ്വാമി ഓ ഭാവസ്വാമി ഓ ഭാവസ്വാമി ഓ ഭാവസ്വാമി ഓ ഭാവസ്വാമി ബാബുസ്വാമി. ഇങ്ങനെ ചെയ്യണം, എന്നാലേ റീച്ചും വ്യൂവും കയറൂ. എന്നാ പിന്നെ അമ്മയ്ക്ക് അങ്ങ് ചെയ്തുകൂടെ? ഞാൻ ചെയ്ത ലൈക്ക് ഒന്നും വരത്തില്ലെന്നേ. നിങ്ങൾ ഒന്നുകൂടി ചെയ്ത് നോക്ക്. എന്നെ കൊണ്ടൊന്നും വയ്യ, ഞാൻ പോവാ. എന്തു പറ്റി? മോള് പോയോ? ഒന്നും പറയണ്ട എൻ്റെ അമ്മേ. ഞാനൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആകാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാ. ഞാനിടുന്ന വീഡിയോസ് ഒന്നും ആരും കാണുന്നില്ല. ഒരു വൈറൽ സോങ്ങുമായിട്ട് വന്നതാ, അതൊട്ട് അവർ ചെയ്തതുമില്ല. മോളെ, നമ്മൾ റിയലായിരുന്നാ മതി. ഫോളോവറൊക്കെ നമ്മളെ തേടിയെത്തും. നമ്മുടെ ഈ സൗത്ത് പാർക്ക്, ഇവിടെ ഇത്രയും മരങ്ങളും കുട്ടികൾക്കായുള്ള കളിസ്ഥലങ്ങളും നടപ്പാതകളും ഈ തിരക്കുള്ള സിറ്റിയുടെ നടുക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. ഇതൊന്നും അധികം ആർക്കും അറിയത്തുപോലുമില്ല. നിനക്ക് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്താൽ ഒരുപാട് പേർക്ക് അതൊരു ഉപകാരമാവില്ലേ? അതുപോലെ നമ്മുടെ മുരുകൻ ചേട്ടന്റെ ചായക്കട എന്തു നല്ല വടയും ദോശയുമാണ്. അതുപോലെ നമ്മുടെ അബ്ദുക്കായുടെ ബിരിയാണിക്കട നല്ല സൂപ്പർ ദം ബിരിയാണിയാണ്. ഇതൊന്നും പലർക്കും അറിയത്തുപോലുമില്ല. ഇതിന്റെയൊക്കെ ഒരു റീല് മോൾക്ക് ചെയ്തുകൂടെ? സത്യം പറ, അമ്മ ഒരു ഇൻഫ്ലുവൻസർ അല്ലേ? എന്തൊരു അടിപൊളി കണ്ടന്റ് ആണ് ഇതൊക്കെ. നിന്നെ ഞാനൊന്ന് പ്രോത്സാഹിപ്പിച്ചെന്നേ ഉള്ളൂ. ഇത് ഞാൻ തകർക്കും അമ്മേ. ഹലോ അച്ഛാ, പറഞ്ഞാട്ടെ. മോളെ, നിന്റെ കൂട്ടുകാരി രശ്മി ഇവിടെ വന്നായിരുന്നു. ഇവിടെ അടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലെ അവൾക്ക് ടീച്ചറായിട്ട് ജോലി കിട്ടി. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്കും ഇവിടെ കാണാൻ ജോലിക്ക് കയറാമെന്നല്ലോ മോളെ. അച്ഛാ, മോന് 2 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ചേട്ടൻ ജോലിക്ക് പോയാൽ അവനെ നോക്കാൻ വേറെ ആരുമില്ലല്ലോ. ഇവിടെ ബേബി സിറ്റിംഗ് ഒക്കെ കണക്കാ. അച്ഛനെ പിന്നെ വിളിച്ചാൽ അച്ഛൻ വരില്ലല്ലോ. സാരമില്ല മോളെ, അച്ഛൻ പറഞ്ഞതേ ഉള്ളൂ. എന്തു പറ്റും മോളെ? എന്താ വിഷമിച്ചിരിക്കുന്നേ? അമ്മേ, അച്ഛൻ വീട്ടിൽ നിന്ന് വിളിച്ചതാ. അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ എന്ത് കഷ്ടപ്പെട്ടാണ് എന്നെ പഠിപ്പിച്ചത്. എനിക്ക് MSc റാങ്കും ഉണ്ടായിരുന്നു. അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്കൊരു ജോലി. മോളെ, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്കൊരു ജോലി അത്യാവശ്യമാണ്. നീ ഇത്രയൊക്കെ പഠിച്ചതല്ലേ, നിനക്കൊരു ട്യൂഷൻ തുടങ്ങിക്കൂടെ? അതിലൂടെ നിനക്കൊരു വരുമാനവും അത് നിന്റെ പാഷനും ആകും. മാത്സ് അല്ലേ സബ്ജക്റ്റ്? അമ്മ കുറച്ച് കുട്ടികളെ അറേഞ്ച് ചെയ്തു തരാം. ഇന്നലെ കൂടെ സെക്യൂരിറ്റി എന്നോട് ചോദിച്ചതേ ഉള്ളൂ, മാത്സ് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോന്ന്. ശരിയാ അമ്മേ, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചതേയില്ല. അതെനിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ.
മോളെ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. സന്തോഷമായിട്ടിരിക്കൂ. എടാ സുപ്രഭ, നമ്മുടെ ലേഡീസ് വിങ്ങിന്റെ ഫാഷൻ ഷോയാ. 25,000 രൂപ എൻ്റെ ഫസ്റ്റ് പ്രൈസ്. അധികം ആരും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാ കേൾക്കുന്നേ. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും അറിയാവുന്നവരുണ്ടോ? നമ്മുടെ നിധി ഇല്ലേ, കോളേജ് ടൈമിലൊക്കെ ഒത്തിരി മോഡലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കുറെ അവാർഡ്സും കിട്ടിയിട്ടുണ്ട്. നിധി അത്ര ആക്റ്റീവായിട്ട് ചെയ്യുന്ന ആളാണോ? ആ പിന്നെ, നിധിക്ക് മോഡലിംഗ് ഒക്കെ ക്രേസ് ആയിരുന്നു ഒരു ടൈമില്. നീ അവളുടെ റാമ്പ് വോക്ക് ഒന്നും കണ്ടിട്ടില്ലല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നിധിയോടൊന്ന് ചോദിച്ചാലോ? അതെ, അവള് നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ലേ. ദേ, ആ വരുന്ന നിധിയല്ലേ? നിധി, അടുത്ത ആഴ്ച ഒരു ഫാഷൻ ഷോ ഉണ്ട്, നിനക്ക് അതിൽ പങ്കെടുക്കാമോ പ്ലീസ്? നോ 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 നോ, അയ്യോ എന്നെയും കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. ഓ, കല്യാണം കഴിഞ്ഞപ്പോൾ മോഡലിംഗ് ആയിട്ട് ഉള്ള ഒരു ക്രേസ് അതങ്ങ് പോയി ചേച്ചി. നിധി, നിനക്കൊന്ന് ശ്രമിച്ചൂടെ? അത് ശരിയാവില്ല ചേച്ചി. മോളെ, എന്താ ആകെ ഡള്ളായിട്ടിരിക്കുന്നേ? അതെ അമ്മേ, അവരെന്നോട് മോഡലിങ്ങിൻ്റെ ഒരു കോമ്പറ്റീഷൻ്റെ കാര്യം പറഞ്ഞു. പണ്ടൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു, ഇപ്പം ചെയ്യണം എന്നുമുണ്ട്. ഓ, ഞാൻ നോന്നും അങ്ങ് പറഞ്ഞു. എന്താ ചെയ്യാ, എനിക്കറിയില്ല. മോളെ, മോഡലിംഗ് ശരീര സൗന്ദര്യത്തിനപ്പുറം വ്യക്തിത്വവും അഭിമാനവും ശൈലിയും ഒക്കെയാണ് പ്രധാനമായിട്ടും വേണ്ടത്. ലോകം പലതും പറയും. സ്വന്തം കഴിവിൽ വിശ്വാസം അർപ്പിച്ച് മോൾ മുമ്പോട്ട് പോകണം. അത് ഫാഷൻ ലോകത്തെ ഇഷ്ടപ്പെടുന്ന മറ്റു പലർക്കും പ്രചോദനമാകും. മോളെ കൊണ്ട് പറ്റും. പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല, ആത്മവിശ്വാസമാണ് വേണ്ടത്. എന്നാ പിന്നെ ഞാൻ അവരോട് ഓക്കെ ആന്ന് പറയാം, ഇല്ലേ അമ്മേ? ഹലോ ചേച്ചിയെ, ആ മോഡലിങ്ങിൻ്റെ ആ കോമ്പറ്റീഷൻ പറഞ്ഞില്ലേ, അതിന് എൻ്റെ പേര് കൊടുത്തു. മൂന്ന് മാസങ്ങൾക്ക് ശേഷം ലക്ഷ്മി അമ്മയുടെ സൗത്ത് പാർക്കിൽ വെച്ച് കണ്ടുമുട്ടിയ ആ 5 മക്കൾ, അവരുടെ ഇന്നത്തെ ജീവിതം എന്താണെന്ന് നമുക്കൊന്ന് കാണാം. സീന ഇന്ന് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. ദേ, മുരുകൻ ചേട്ടന്റെ പുതിയ ചായക്കട ഉദ്ഘാടനം ചെയ്യുന്നത് സീനയാണ്. ഹലോ ഗായ്സ്, ഇതാ നമ്മുടെ മുരുകൻ ചേട്ടന്റെ പുതിയ ചായക്കട. ഇവിടെ നല്ല മൊരിഞ്ഞ വടയും പഴംപൊരിയും നല്ല അടിച്ച ചായയും. ആഹാ, അന്തസ്. ദീപ്തി ഇന്ന് സ്കൂൾ ടീച്ചറായി ജോയിൻ ചെയ്യുന്നു. ദേ, നമ്മുടെ ലക്ഷ്മി അമ്മയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദീപ്തി. അമ്മേ, എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഞാൻ സ്കൂളിൽ ടീച്ചറായിട്ട് ജോയിൻ ചെയ്യുകയാണ്. അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാവണം. ഞാൻ ട്യൂഷനും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ലക്ഷ്മി അമ്മ പറഞ്ഞ പോലെ റീജിയുടെ കൈപുണ്യം നാട്ടിലൊരു ട്രെൻഡായി. പുതിയ നാടൻ പലഹാരക്കടയുടെ ഇനാഗുറേഷനാണിന്ന്. ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. 2 യുവതികൾക്ക് അവിടെ ജോലി നൽകി. ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ റീജക്കുട്ടിയുടെ പലഹാരക്കടയുടെ ഉദ്ഘാടനമാണ്.
നല്ല അടിപൊളി ഉണ്ണിയപ്പം, വട, അച്ചപ്പം, ദേ എല്ലാ സാധനങ്ങളും ഉണ്ട്. ടീച്ചർകുട്ടി പറയൂ, കടയെ പറ്റി പറയൂ. എല്ലാവരും വായോ, എല്ലാവരും വന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേ. എല്ലാരും വന്ന് കഴിക്കണം കേട്ടോ. നല്ല ഉന്നക്കായ, അച്ചപ്പം, ഉണ്ണിയപ്പം എല്ലാം സ്പെഷ്യലാ ഇവിടത്തെ. സിന്ധ്യയും സുപ്രഭയും അവരുടെ പുതിയ യോഗ ആൻഡ് ഡാൻസ് സെന്റർ ആരംഭിച്ചു. ഇന്ന് 200-ൽ പരം സ്റ്റുഡൻസ് അവരുടെ ട്രെയിനിങ് സെന്ററിൽ പരിശീലനം നേടുന്നുണ്ട്. നമുക്കൊരു 10 അഡ്മിഷൻ കൂടി വന്നിട്ടുണ്ട് ഇപ്പോ. പുതുതായിട്ട് വന്നതല്ലേ, നമുക്ക് അവരെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യാം. നിധി മോഡലിംഗ് രംഗത്ത് ചുരുങ്ങിയ സമയം കൊണ്ട് ശ്രദ്ധ നേടി. ഇന്നൊരു ഇന്റർനാഷണൽ ഫാഷൻ ഷോയുടെ ഫൈനൽ കണ്ടസ്റ്റന്റായി നിൽക്കുന്ന നിധിയോട് വിധികർത്താക്കൾ ചോദിച്ചു, ദ പേഴ്സൺ ഹൂ അഡ്മയർ മോസ്റ്റ് ഇൻ യുവർ ലൈഫ്. നിധിയുടെ വാക്കുകളിലേക്ക്. The person I admire most is Lakshmi Amma, an elderly lady I meet every day during my walk in the park. She may look simple, but she had the strongest spirit I had ever seen. When I was scared to step out of my home and try something new, she was the one who kept telling me, "Why not you?" She pushed me to walk with confidence, to face the world, and even to believe that I could enter this fashion world. Something I never thought it was for me. Today, if I'm standing here chasing my dreams, it's because she helped me take that first step outside my comfort zone. Thank you, Lakshmi Amma. Thank you for believing in me and making me where I am today. Thank you very much. മാസങ്ങൾക്ക് ശേഷം സൗത്ത് പാർക്കിലെ ഒരു പ്രഭാതം. അവിടെ നമ്മുടെ ലക്ഷ്മി അമ്മയുടെ ആ 5 മക്കൾ ഇരുന്ന് സംസാരിക്കുന്നു. അവർ ലക്ഷ്മി അമ്മയെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ചേച്ചിയല്ലേ ഇൻഫ്ലുവൻസർ സീന? അതെ, എന്നെ അറിയുമോ? പിന്നെ ചേച്ചിയുടെ റീൽസ് ഒക്കെ ഞാൻ കാണാറുണ്ട്. നിധി ചേച്ചി ഫാഷൻ ഷോ ഒക്കെ സൂപ്പറാണ്. ഏയ് റീജ ചേച്ചി, ഉണ്ണിയപ്പത്തിനൊക്കെ ഭയങ്കര മാർക്കറ്റാണല്ലോ. ആഹാ, മോക്ക് ഞങ്ങളെയൊക്കെ എങ്ങനെ അറിയാം? എനിക്ക് നിങ്ങളെ എല്ലാരെയും നന്നായിട്ടറിയാം. മോളെ ഏതാ? മോളെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടേ ഇല്ലല്ലോ. ഞാൻ ദിവ്യ അയ്യർ, നിങ്ങളുടെയൊക്കെ ലക്ഷ്മി അമ്മയുടെ മോളാണ്. അമ്മയ്ക്ക് നിങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ 100 നാവാണ്. ലക്ഷ്മി അമ്മ എന്ന് വരാമെന്ന് പറഞ്ഞാണല്ലോ. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കൂടി ഫോണിൽ സംസാരിച്ചതാ. അമ്മ വന്നില്ലേ മോളെ? അമ്മ ഇവിടെ ഉണ്ട് ചേച്ചി. ദേ, ഈ കത്ത് അമ്മ നിങ്ങൾക്ക് വേണ്ടി തന്നതാണ്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് ഞാൻ നൽകിയ സ്നേഹത്തിനും കരുതലിനും പകരം നിങ്ങൾ എനിക്ക് വേണ്ടി തിരികെ ഒന്നും തരേണ്ടതില്ല. എന്തെങ്കിലും ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, സമൂഹത്തിൽ പല കഴിവുകളുണ്ടായിട്ടും ആരുടെയും പിന്തുണയുമില്ലാതെ ജീവിതത്തിൽ ഒന്നുമാകാൻ കഴിയാതെ പോയ ഒട്ടനവധി സ്ത്രീകൾ ഈ സമൂഹത്തിലുണ്ട്. വീടിൻ്റെ 4 ചുവരുകളിൽ അകപ്പെട്ടു പോയ അവരെ ഒന്ന് കരം പിടിച്ചുയർത്താൻ, അവർക്ക് വഴികാട്ടിയാകാൻ
നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ നിരാലംബരായ ഓരോ സ്ത്രീക്കും നിങ്ങൾ നൽകുന്ന പിന്തുണ അത് എനിക്കുള്ളതാണ് മക്കളെ എന്ന് നിങ്ങളുടെ സ്വന്തം ലക്ഷ്മിയമ്മ. മോളെ, അമ്മ എന്തിയേ? ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയും കൂടെ സംസാരിച്ചതാണല്ലോ. ചേച്ചി, അമ്മ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. കുറച്ചു നാളായി അമ്മ ട്രീറ്റ്മെന്റിലൊക്കെ ആയിരുന്നു. മോളെ, കുറച്ച് ദിവസമായി അമ്മയെ ഞങ്ങൾ കോൾ ചെയ്യാൻ നോക്കുന്നു, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. ഞങ്ങൾക്ക് അമ്മയെ ഒന്ന് കാണാൻ പറ്റുമോ? അമ്മ പറഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. എന്തിയേ മോളെ ലക്ഷ്മിയമ്മ? ചേച്ചി, കഴിഞ്ഞ ഞായറാഴ്ച അമ്മ നമ്മളെയൊക്കെ വിട്ടുപോയി. അയ്യോ, എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ പെട്ടെന്നുള്ള മരണം താങ്ങാൻ കഴിയുന്നില്ല. നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാനും പറ്റില്ല. അമ്മ നമ്മുടെ ജീവിതത്തിൽ ഒരു വഴികാട്ടി ആയതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലും നമുക്ക് ഒരു വെളിച്ചമായി മാറാം. A woman is the full circle. Within her is the power to create, nurture, and transform. സ്വന്തം വേദനകൾ മറച്ച് മറ്റു സ്ത്രീകളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിയ ഒരാളായിരുന്നവർ. ക്യാൻസറിനോടുള്ള പോരാട്ടത്തിനിടയിലും സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കണമെന്ന വിശ്വാസം അവർ നമ്മിൽ നട്ടുവളർത്തി. ഇവിടെ പല സ്ത്രീകളുടെയും വിജയത്തിനു പിന്നിൽ അവരുടെ നിശബ്ദമായ പ്രാർത്ഥനയും പ്രചോദനവുമുണ്ട്. നന്ദി പറയാൻ അവരെ കാണണമെന്ന ആഗ്രഹം പൂണിയാതെ പോയി. പക്ഷേ അവരുടെ സ്നേഹവും കരുത്തും നമ്മിലൂടെ ഇന്നും ജീവിക്കുന്നു. സഹായം ആവശ്യമുള്ള മറ്റു സ്ത്രീകളെ പിന്തുണയ്ക്കുമ്പോഴാണ് അവർക്കുള്ള യഥാർത്ഥ ആദരം. നിങ്ങൾ ഉയർന്നാൽ മറ്റൊരു സ്ത്രീയെയും കൈപിടിച്ചുയർത്തണം. പുഞ്ചിരിക്കൂ പരസ്പരം. സൗത്ത് പാർക്ക്. കോൺസെപ്റ്റ് ആൻഡ് ഡയറക്ഷൻ വിവേക് ജി പിള്ളൈ.